വീട്ടിലെ സെറ്റപ്പ് ശരിയല്ല. ഞാനായിട്ട് അങ്ങനെ സിംഗാണല്ല. എത്രാന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടുമ്പുറത്ത് വിളിച്ചിരിക്കും. എസ്കേപ്പ് അടിക്കണ ഏറ്റവും നല്ലത്. എന്റെ കൂടെ അജയ് ഘോഷും അരുൺ ഘോഷുമാണ് ഭരതനാട്യത്തിൽ. നിങ്ങളുടെ ആരായിരുന്നു ശരിക്കും അരുൺ ഘോഷ്? അപ്പൊ ഈ ഓഫർ വരുമ്പോ നിങ്ങളുടെ ആരുടെയാണ് ശരിക്കും താടി എടുത്തത്? ആരായിരുന്നു കണ്ണൂർ സ്ലാങ്? ഇവനാവണേലും ഒരാളല്ല. ട്വിൻസ് ആയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഗുണമാണത്. ഏറ്റവും ചിരി വന്ന ഏറ്റവും എൻജോയ് ചെയ്ത സീൻ ഏതാ? അവസാനത്തെ അപ്പൊ നിങ്ങൾ എന്താണ് അല്ലാണ്ട് ചെയ്യുന്നത്? ഞാൻ എഡിറ്റിങ്ങിന്റെ പരിപാടിയായിരുന്നു. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചത്. ആ ടൈമിലാണ് ഇവിടെ വന്നത്. ഈ അഭിനയിക്കുന്ന സമയത്ത് ഒരാൾ ചെയ്യുന്ന റോൾ അയാൾ തന്നെയാണോ ചെയ്തത്? ഒരെണ്ണം അങ്ങനെ ചെയ്യുന്നുണ്ട് പടത്തില്. താടി എടുത്ത് കാരണേ മറ്റവനെ കൊണ്ട് ചേച്ചി. കണ്ണൂർ സ്ലാങ്ങിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ആരായിരിക്കും സംസാരിക്കുക? അത് ശരിക്കും വിഷ്ണു എന്ന് പറഞ്ഞൊരു ബ്രോയാണ് ഡബ് ചെയ്തത്. ഞങ്ങളെ ശബ്ദമില്ല. എന്നെ സംബന്ധിച്ച് സായികുമാരേട്ടന്റെ ചില നോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാൻ അമ്മേ. ഇവരൊക്കെ പ്രോയാണല്ലോ. നമ്മ കലാരഞ്ജന ചേച്ചിയാണെങ്കിലോ നല്ല കമ്പനി അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഇവരുടെ എക്സ്പീരിയൻസ് ഇവരവരുടെ പണ്ടത്തെ കഥകൾ പറയും. അത് അടിപൊളിയാക്കാൻ ഐശ്വര്യമായിട്ട് പറഞ്ഞു. അജയ് ഘോഷും അരുൺ ഘോഷും സിനിമ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരാളെ വെച്ച് തന്നെ ഒപ്പിച്ചതാന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇല്ല, രണ്ടുപേരുണ്ടെന്ന്. വെൽക്കം ടു യെറ്റ് അനദർ ഷോ. ഞാൻ രേണു. എൻ്റെ കൂടെ അജയ് ഘോഷും അരുൺ ഘോഷുമാണ് ഭരതനാട്യത്തിൽ നിന്ന്. പക്ഷേ നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ പറയണം, എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ അറിയത്തില്ല. ഇതാരാണ്? ശരിയാണോ? സത്യമാണ്. ഞാൻ ജീവി. ഉറപ്പാണോ? ഉറപ്പായിട്ട് വിശ്വസിച്ചോട്ടെ. ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് അല്ല ഇവനായിരുന്നു ശരിക്കും. ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ രണ്ടും കൊച്ചിക്കാരാണല്ലേ? ആദ്യം നമ്മൾ സെൽഫ് ഇൻട്രോയിൽ നിന്ന് തുടങ്ങുകയാണ്. പറയണം കൊച്ചിയിൽ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെ എത്തി, അങ്ങനത്തെ പരിപാടികളൊക്കെ. കൊച്ചിയിൽ കടവന്ത്രയിലാണ്. ഇത്രയും പാവങ്ങളാണോ രണ്ടുപേരും? റിയൽ ലൈഫിൽ ഒന്നും മിണ്ടാത്ത ഡീസന്റ് പിള്ളേർ? കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ വളർന്നു വന്ന സമയത്ത് ഈ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം ഐഡന്റിക്കൽ ട്വിൻസ്. അത് നിങ്ങൾക്ക് പറയുന്നുണ്ട് വ്യത്യാസം ഉണ്ടെന്ന്, എനിക്ക് തോന്നുന്നില്ല വ്യത്യാസം ഉണ്ടെന്ന്. കുറെ കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഊടായ്പ കാണിക്കൽ, വീട്ടിൽ പിടിക്കൽ, പൊക്കൽ, ഞാനല്ല അമ്മ ഇവനാണ് പരിപാടി അങ്ങനെയൊക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒട്ടു കുസൃതി ഇല്ലാത്ത പിള്ളേരായിരുന്നു. അടി ആർക്കാണ് കൂടുതൽ കിട്ടിയേക്കുന്നത്? അങ്ങനെ അടി എണ്ണിയിട്ടില്ല. അതുകൊണ്ടാണ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പോയത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ മേശയുടെ ചുറ്റും അമ്മ ഓടിച്ചു പിടിക്കൽ, പുറത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരല്, അങ്ങനത്തെ പ്രശ്നങ്ങൾ? അത് ചെറുപ്പത്തിൽ സ്വാഭാവികമാണ്. ചെറുപ്പത്തിൽ അമ്മായി ഉണ്ടായി, അന്നേരം കുഴപ്പമുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചോളും, ഓടിച്ചിട്ട് പിടിച്ചോളും. പക്ഷെ അപ്പൊ ഈ ഒരാൾ മാത്രം കുസൃതി കാണിക്കുമ്പോ മറ്റേയാൾക്ക് ശിക്ഷ ചിലപ്പോ കിട്ടിയേക്കാമല്ലോ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് കിട്ടി കഴിഞ്ഞിട്ട് എനിക്കായിരുന്നു കിട്ടേണ്ടത് പക്ഷെ അവന് കിട്ടി. പക്ഷെ അത് വീട്ടുകാർക്ക് പെട്ടെന്നറിയാം. ഇത് വീടിന്റെ ഉള്ളിലൊക്കെ അമ്മയ്ക്കും അപ്പനും ഒക്കെ പെട്ടെന്ന് നമ്മളെ മനസ്സിലാവും. കാരണം എന്നും കാണുവാണല്ലോ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആളുമാരെ സംസാരം, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാവും. ആദ്യം കാണാനൊരു മനസ്സിലാവുന്നില്ല, 2 ദിവസം അടുപ്പിച്ചാണ് മനസ്സിലാവും. ആണോ? ഒരിക്കലും നിങ്ങളെ മാറി ആരും ഒന്നും പറഞ്ഞിട്ടോ ഒന്നും ചെയ്തിട്ടില്ല? ഭയങ്കര അത്ഭുതമാണല്ലോ. അങ്ങനെയല്ല, ഇവന്റെ കൂട്ടുകാർ എന്നെ കാണുമ്പോ ഇങ്ങനെ ഇവനാണെന്ന് ഓർത്ത് കമ്പനി അടിക്കാൻ വരും. അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. കൂട്ട് കുഴപ്പമില്ല. ഗേൾ ഫ്രണ്ട് ഒക്കെ ആവുമ്പോ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. എടോ ഇതുവരെ സിനിമയിലും എല്ലാം അഭിനയിച്ചിട്ട് ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല. സിംഗിൾ ലൈഫാണ്. സിംഗിൾ പ്രസംഗാണോ രണ്ടുപേരും? പ്രണയിക്കുന്നവര് ഡീസന്റ് അല്ല എന്നാണോ? അപ്പൊ അതും ആയിട്ടില്ല. അത് പേടി കൊണ്ടാണോ ഇനി ആള് മാറി പോകുന്ന ഓർത്തിട്ട്? അതല്ല, വൈബ് സെറ്റല്ലേ. വൈബ് സെറ്റല്ല, സിനിമ പറയുന്ന പോലെ തന്നെ സെറ്റപ്പ് അത്ര ശരിയല്ല. നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലേക്ക് എത്തുന്നതിന് ഒരു വഴി ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ്, ആരുടെ മുന്നിലാണ് വന്ന് പെടുന്നത്? ഇത് ഞങ്ങ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഏട്ടനുണ്ട്. ആദ്യം സിനിമ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിസാം ഏട്ടൻ എന്ന് പറഞ്ഞു. പുള്ളിയുടെ പിന്നെ ബിനോയൻ നമ്പളാന്ന് പറഞ്ഞ ബിനോയ് ചേട്ടൻ. അവര് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. അപ്പൊ ഈ ഓഫർ വരുമ്പോ നിങ്ങളുടെ ആരുടെയാണ് ശരിക്കും താടി എടുത്തത്? ഇതിലെ സിനിമയില് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അത് ഇവനായിരിക്കും ചിലപ്പോ. അത് ഇവനായിരിക്കും.
അപ്പൊ നിങ്ങൾ എന്താണ് അല്ലാണ്ട് ചെയ്യണത്? ഇപ്പൊ ഈ സിനിമയിലോട്ട് വന്നു, അതല്ലാത്ത നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയാണ്? ഡേ ഇൻ യുവർ ലൈഫ് എന്താണ്? ഞാൻ എഡിറ്റിങ്ങിന്റെ പരിപാടിയായിരുന്നു. എഡിറ്റർ ആവണമെന്ന് തന്നെയാണ് മെയിൻ ആഗ്രഹം. സമയത്താണ് ഇങ്ങനെ ഓഫർ വന്നത്. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണായിരുന്നു. ആ ടൈമിലാണ് ഇവിടെ വന്നത്. ഇപ്പൊ അങ്ങോട്ട് ചാടി. ഇതിൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും, എന്തായാലും ഒരു ഐഡിയ കാണാമെന്നൊക്കെ. അതുപോലെ ചെറുപ്പത്തിൽ പരീക്ഷ മാറി എഴുതുക, ചെറുപ്പത്തിൽ എന്നല്ല ഇൻ ജനറൽ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ദുഷ്ടന്മാരാണ് മറ്റേ സഹായിക്കണ്ടേ, പഠിക്കണ്ടേ. അപ്പൊ ഈ ഇതിൽ കാണിക്കുന്ന പോലെ ഒരാൾ ഭയങ്കര ഉത്തരവാദിത്വ ബോധവും മറ്റേ ആള് വൈബ് സെറ്റ് അവിടെ നടക്കുന്ന ആളുമാണല്ലോ സിനിമയിലേക്ക് വരുമ്പോൾ. റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഉത്തരവാദിത്വം? ലൈഫിൽ അതായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ ഇതിൽ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ഒരാൾക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് ഉള്ള പോലെയാണല്ലോ കാണുന്നത്. കണ്ണൂർ സ്ലാങ് ഉള്ള ആരായിരുന്നു കണ്ണൂർ സ്ലാങ്? അപ്പൊ ഈ അഭിനയിക്കുന്ന സമയത്ത് ഒരാളെ ചെയ്യേണ്ട റോൾ അയാൾ തന്നെയാണോ ചെയ്തത്? വരാൻ പറ്റില്ല എന്നാ അവന്റെ ഞാൻ ചെയ്തോളാം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പടത്തില്. അതൊക്കെ ദാസേട്ടൻ ബ്രില്യൻസ് ആണ്. ഡയറക്ടറിന്റെ താടി എടുത്താറേ മറ്റവനെ കൊണ്ട് ചേച്ചി. ഓഹോ, അങ്ങനെ വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ അതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. ട്വിൻസ് ആയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇൻ റിയൽ ലൈഫിൽ? ട്വിൻസ് ആയിട്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങളെ പിന്നെ ചോദിക്കും. ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാറാട്ടം നല്ല ഗുണമാണത്. പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല, ഞാനല്ല എന്ന് പറഞ്ഞത് എസ്കേപ്പ് അടിക്കാൻ പറ്റും. ഇനി വീടിനെ കുറിച്ച് പറ. വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ കൂടാതെ രണ്ടുപേരും കൂടി ഉണ്ട്. ഏറ്റവും മൂത്ത ചേട്ടൻ, പിന്നെ ചേച്ചി, അതിന്റെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ആ രണ്ട് പേര് കഴിഞ്ഞ് നിങ്ങളെ രണ്ടുപേരും കൂടെ എങ്ങനെയാ നോക്കിയത്? ഇനി ഭരതനാട്യത്തിൽ എനിക്ക് ചിരി വന്ന ഒരുപാട് സീൻസ് ഉണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് വളരെ സട്ടിലായിട്ട് ഇതെല്ലാം ചെയ്യണേ, ഒട്ടും ഓവർ ആവാതെ. ചില ന്യൂസുകൾ വരുമ്പോൾ കഥ പറയാൻ പറ്റില്ലല്ലോ, ആളുകൾ കണ്ടോട്ടെ. അപ്പൊ ആ സമയത്ത് അതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് തന്മയത്വത്തോടെ എടുത്ത് പല പല സീനുകൾ ലാസ്റ്റ് വരെ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചിരി തോന്നിയ രണ്ടുപേരുടെ പേര് പറയണം. രണ്ടുപേരും കൂടെ ഓരോരുത്തരും പറയണ്ട. ഏറ്റവും ചിരി വന്ന, ഏറ്റവും എൻജോയ് ചെയ്ത സീൻ ഏതാ? അത് അവസാനത്തെ നമ്മുടെ ഉള്ളിനുള്ളിലെ ആളുകൾ വരുന്നു. ഏറ്റവും ഇഷ്ടം തോന്നിയ ചിരി തന്ന സീൻ ഏതായിരുന്നു? ക്ലൈമാക്സ് ആണ് മൂഡ്. ഇനി അതല്ലാതെ അതിൽ ഒരു നോട്ട് ചെയ്തൊരു സീൻ ഏതാ? എന്നെ സംബന്ധിച്ച് സായികുമാരേട്ടന്റെ ചില നോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാൻ അമ്മേ. അതുപോലെ കലാരഞ്ജന ചേച്ചി വന്നിട്ട് ആ ഒരു ഭക്ഷണം കൊടുക്കുന്ന സീന്, പിന്നെ പൂച്ചയുടെ സീനൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഏറ്റവും ചിരി വന്ന, നിങ്ങൾ ഇത് കഴിഞ്ഞ് കണ്ടപ്പോ നിങ്ങൾ ഉണ്ടാവണമെന്നില്ല, ഏറ്റവും ചിരി വന്ന സീൻ ഏതായിരുന്നു? അഭിരാമന്റെ സാധനമൊക്കെ നൈസായിരുന്നു. എത്ര തവണ സ്വന്തം സിനിമ കണ്ടു? അത് എണ്ണയില്ല, അതാണ്. ഈ തിയേറ്റർ വിസിറ്റ് അല്ലാണ്ട് പിന്നെയും കണ്ടോ? വീട്ടുകാരൊക്കെ വന്ന് കണ്ടിട്ട് പറയുന്നുണ്ടോടാ കൊള്ളാം ഇങ്ങനെയൊന്നും അല്ലേ വിചാരിച്ച ഡയലോഗ് ഒക്കെ വന്നു തുടങ്ങിയോ? ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ റോളാണെന്നുള്ളത്. വിചാരിച്ചില്ല. പിന്നെ നമ്മൾ ഇന്നലെ വരെയുള്ള ഒരാളും, അതായത് എഡിറ്റർ ആയിട്ട് പോകുന്നു, കൺസ്ട്രക്ഷന്റെ പോകുന്നു, അതിനുശേഷം പെട്ടെന്ന് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ലൈഫ് നിന്ന നിപ്പില് ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ വന്ന പോലത്തെ ഒരു ലൈഫ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക്? സിനിമ കുറെ പേര് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണക്ഷൻ പിടിക്കുന്നുണ്ട്, സെൽഫീസ് ഒക്കെ പിടിക്കുന്നുണ്ട്. ഈ കണക്ഷൻ പിടിക്കുന്നുണ്ട് നമ്മുടെ ഒരു ദിവസവും ഉള്ളൊരു ഭാഷയാണല്ലേ അതില്. അല്ല, എല്ലാ ദിവസവും പറയുന്ന വാക്കുകളുടെ ഉള്ളിലുള്ളതാണ് കണക്ഷൻ പിടിക്കുന്നത്. പിന്നെ ഈ കണ്ണൂർ സ്ലാങ് പഠിക്കാൻ പറഞ്ഞപ്പോ രണ്ടുപേരോടും പഠിക്കാൻ പറഞ്ഞ, ഒരാളോട് പഠിക്കാൻ പറഞ്ഞല്ലോ? അല്ല, ശരിക്കും രണ്ടും ചെയ്യിച്ചു നോക്കി ഓഡീഷന്റെ. എന്നിട്ട് പിന്നെ പുള്ളിയാണ് ഡയറക്ടറാണ് തീരുമാനിച്ചത് ഇന്നാള് ഇന്നെടുക്കുന്നൊക്കെ. ഡയറക്ടർക്ക് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയായിരുന്നു? എല്ലാവർക്കും മനസ്സിലാവും. ആദ്യം അങ്ങനെ മനസ്സിലാവും. ഓക്കെ. മുടി പോലും നിങ്ങളുടെ ആ സ്റ്റൈല് പോലും എല്ലാം അങ്ങനെ തന്നെ, ഒന്നും ചെയ്യേണ്ടി വന്നില്ല അവർക്ക്. പിന്നെ ഈ സിനിമയിലോട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് ഇത് പാഷനായിട്ട് കൊണ്ടുനടന്ന് അന്ന് മുതൽ കണ്ണാടിയുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ച് വരുന്നവരുണ്ട്, ആകസ്മികമായി സിനിമയിലേക്ക് വരുന്നവരുണ്ട്, ട്രെയിനിങ് ഒക്കെ എടുത്തു വരുന്നവരുണ്ട്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരായിരുന്നു? ഞങ്ങൾ ഓർക്കാപ്പുറത്ത് വന്ന എത്തിപ്പെട്ട ഓർക്കാപ്പുറത്ത്. അപ്പൊ ഒരു ആക്ടിങ് ട്രെയിനിങ് ഒന്നും ഈ ഒരു ഇതിന് വേണ്ടിയിട്ടും എടുത്തിട്ടില്ല? ഇത് ഞങ്ങൾക്കൊരു ആക്ടിങ് ആശാനുണ്ടായിരുന്നു, രാകേഷ് പള്ളിശ്ശേരി എന്ന് പറഞ്ഞു. പുള്ളിയാണ് ശരിക്കും ഒരു സീൻ വൈസ് ഇംപ്രൂവൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ സെറ്റാക്കി വിട്ടത്. ഭരതനാട്യം ഇപ്പം പ്രൈമിൽ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൊള്ളാട്ടോ, ഇതെല്ലാം നല്ല സീന്.
എന്നാൽ തിയേറ്റർ എത്തിക്കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ആളുകളൊന്നും അത് പോയി കണ്ടില്ല. ഈ വിഷമം വരില്ല എന്ന് പറഞ്ഞാലും ഇത് നല്ല സിനിമയാണെന്ന് നിങ്ങൾക്കും അറിയാം. ആ സാധനം തിയേറ്ററിൽ വർക്ക് ആവാഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു സങ്കടം എനിക്ക് കേൾക്കണം, അറിയും. എന്താന്ന് നിങ്ങൾ പറഞ്ഞത്? അന്നൊന്നും അങ്ങോട്ടും കൂടെ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. എന്താ പറഞ്ഞത്? അതെ, ശരിക്കും ആദ്യം ഇറങ്ങിയ ദിവസേ ആദ്യം ഒരു 27-ാം തീയതി എന്തോ വെച്ചേ, അത് ഡേറ്റ് മാറ്റി. അന്ന് കുറെ സിനിമയൊക്കെ ഇറങ്ങണം നിൽക്കണായിരുന്നു, അത് 30-ാം തീയതിക്കൊക്കെ ആക്കി. പക്ഷെ പടം കണ്ടിറങ്ങിയപ്പോ എല്ലാവരുടെയും ഇതൊക്കെ നമ്മ പടം തിയേറ്ററിൽ കാണാൻ നേരത്ത് മനസ്സിലാവല്ലോ, ഒരു ആളനക്കൊക്കെ കേട്ടപ്പോ സംഭവം മറക്കാണ്ടെന്ന് മനസ്സിലായി ചെറുതായിട്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുറത്തിറങ്ങിയപ്പോ. പിന്നെ മറ്റേ ഇവന്മാരൊന്നും ഉണ്ടായില്ല, ആറട്ടണ്ണന്മാരെ അവന്മാരൊന്നും ഉണ്ടായില്ല, എന്തോ പ്രശ്നമൊക്കെ ഉള്ള അവന്മാരൊന്നും വായിച്ചു കണ്ടില്ല. പിന്നെ ആദ്യമായിട്ട് അങ്ങനെ മറ്റേ ഇറങ്ങിയപ്പോ എല്ലാരും കൂടി ചുറ്റും വന്നിങ്ങനെ മൈക്കൊക്കെ പിടിച്ചത് ബൈറ്റ് എടുക്കണ സംഭവമൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ. അപ്പൊ ഒരു സന്തോഷം. നിങ്ങൾ സ്വപ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? ഇനി നമുക്ക് എങ്ങനെ വേണം നമ്മുടെ ഇനി സിനിമകൾ? പിന്നെ ഇത്രയും നല്ല ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സിന്റെ കൂടെ പോകാൻ പറ്റിയ കലാരഞ്ജന ചേച്ചി, സായികുമാരേട്ടൻ ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. ഫാൻ ബോയ് മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നവരെ കാണുമ്പോൾ ഇവരൊക്കെ പ്രോയാണല്ലോ നമ്മ. അപ്പൊ ഈ സായികുമാരേട്ടനെ ആദ്യം കണ്ടപ്പോ ആദ്യം കണ്ടു കഴിയുമ്പോ തന്നെ നമുക്ക് ചെന്ന് മിണ്ടാനൊക്കെ ഒരു ഭയങ്കര ഒരു പേടി, ഒരു ടെൻഷൻ, എന്ത് പറയണം, ഒരു ഓറയുള്ള ഒരു മനുഷ്യനാണ് കാണുമ്പോ തന്നെ. അത് എങ്ങനെയായിരുന്നത്? അത് പുള്ളിയുടെ ആദ്യം കണ്ടപ്പോ എന്താണ്, ആ റൂമിലാണ് പണ്ടത്തെ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, പണ്ടത്തെ സെറ്റ് പോലെ ക്യാരവണല്ല, മറ്റേ റൂമിലിരുന്നായിരുന്നു പുള്ളി ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ക്യാരവൻ പരിപാടി ഒന്നും വേണ്ടായിരുന്നു, റൂമിലായിരുന്നു പുള്ളി. പുള്ളിക്ക് ആദ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പുള്ളി കണ്ടേ? ഇല്ല, ആദ്യം ഒരുത്തനെ കണ്ട്, പിന്നെ വേറെത്തനെ കണ്ട്, അങ്ങനെ പുള്ളിക്ക് മനസ്സിലാവണ്ട, പെട്ടെന്ന് മനസ്സിലായത്. കണക്ഷൻ കിട്ടും. ഇനി ചേച്ചിയാണെങ്കിലോ, കലാരഞ്ജന ചേച്ചിയാണെങ്കിലോ? നല്ല കമ്പനി, അനുഭവങ്ങളൊക്കെ പറഞ്ഞു, ഇവരുടെ എക്സ്പീരിയൻസ് സീൻ ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഇവര് അവരുടെ പണ്ടത്തെ കഥകൾ പറയും. പണ്ടത്തെ കാലഘട്ടം ഉണ്ടല്ലോ, അത് അടിപൊളിയാക്കെ ഈ സിനിമ സെറ്റ്, പണ്ടത്തെ മലയാള ഇൻഡസ്ട്രി. മൊത്തത്തില് സ്ക്രീനിൽ വരുന്നതിനേക്കാളും കൂടുതൽ കണ്ണൂർ സ്ലാങ്ങിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ആരായിരിക്കും സംസാരിക്കുക? രണ്ടുപേരും കണ്ണൂർ സ്ലാങ്ങിൽ സംസാരിക്കണം. നമുക്ക് നോക്കാലോ ആരാ ശരിക്കും അതിൽ അഭിനയിച്ച. അജയ് ഘോഷാര, അരുൺ ഘോഷാരാന്ന് അറിയണമല്ലോ. അത് ശരിക്കും വിഷ്ണു എന്ന് പറഞ്ഞൊരു ബ്രോയാണ് ഡബ് ചെയ്തത്, ഞങ്ങളെ ശബ്ദമല്ല. അതിലും ഒരു ചതിയും വഞ്ചനയും ഉള്ള. പക്ഷെ പറയണം, ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ട, യുവതലമുറയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. രണ്ടുപേരും പറയണം. നമ്മുടെ ഡയലോഗ് ഇതാണ്. അതിൽ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഡയലോഗ് അതല്ലടാ, വീട്ടിലെ സെറ്റപ്പ് ശരിയല്ല, ഞാനായിട്ട് സിങ്ക് ആവണില്ല, എത്ര കാലം എന്നെ തട്ടുമ്പുറത്ത് ഒളിച്ച് താമസിക്കും, എസ്കേപ്പ് അടിക്കുന്ന തന്നെയാണ് നല്ലത്. 1 2 3 സ്റ്റാർട്ട്. ഐശ്വര്യമായിട്ട് പറഞ്ഞത് ഇത്രയും നേരം നിങ്ങളുടെ ആരായിരുന്നു ശരിക്കും അരുൺ ഘോഷ്? ഡയലോഗ് അടിച്ചാലല്ലോ. പറ വേഗം പറ. അതല്ലടോ, വീട്ടിലെ സെറ്റപ്പ് ശരിയല്ല, ഞാനായിട്ട് അങ്ങോട്ട് സിങ്കാവണില്ല, എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടുമ്പുറത്ത് വിളിച്ചിരിക്കും. എസ്കേപ്പ് അടിക്കണ ഏറ്റവും നല്ലത്. അപ്പൊ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ചില്ലായിട്ടുള്ള ബ്രദേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ശരിക്കുള്ള പേര് പഠിക്കാൻ പറ്റാത്ത ദുഃഖത്തിലും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരുപാട് നല്ല സിനിമകളിൽ നിങ്ങളെ കാണാനായിട്ട് ഇടവരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.